ഡൽഹി സന്ദർശനമാണ്. അതെ, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങളും? ഞാനൊന്ന് കേന്ദ്ര പവർ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കണം, പവർ സെക്രട്ടറിയെ കാണണം, പിന്നെ സ്വാഭാവികമായിട്ടും രാഹുൽജിയെ കാണണം, ഖാർഗെജിയെ കാണണം, കെ.സി. വേണുഗോപാലും മറ്റു നേതാക്കന്മാരെയും കണ്ട് സംസാരിക്കണം. ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ KPCC അധ്യക്ഷ പദം ഒഴിയണമല്ലോ, കുറച്ചായി കൊണ്ട് നടക്കുന്നു. എന്താ അതിലൊരു അപ്ഡേഷൻ? അത് അവരുമായിട്ട് ആലോചിക്കും അത്തരം കാര്യങ്ങൾ. സംസാരിക്കട്ടെ, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമല്ല. ഇല്ല, ഒരു ടൈം ഫ്രെയിമും ഇല്ല. ബദലായിട്ട് ആരെങ്കിലും ഇതിപ്പോൾ നമ്മൾ പേരുകൾ ചർച്ച ചെയ്യും. നിങ്ങളുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല. അതെ, കോൺഗ്രസ് ഒരു ശക്തമായ ജനാധിപത്യ പാർട്ടിയല്ല. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് ഉചിതമായ തീരുമാനം എടുക്കുക. ഇപ്പം ഞാനൊരു ഫുൾ ടൈം അല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നോ? അല്ല ആയിരുന്നു. ഇപ്പൊ ശരിയാണ്. MLA ആയിരുന്നപ്പോൾ എനിക്ക് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയൊന്നും മോശമല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു, അസംബ്ലി ഇലക്ഷൻ ജയിച്ചു, പാർട്ടി പരിപാടികൾ എല്ലാ ജില്ലകളിലും പലവട്ടം യാത്ര ചെയ്തു. നന്നായിട്ട് തന്നെ അത് പോയി എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. റിസൾട്ട് ജനങ്ങൾ ആണ് അതിനെ അംഗീകരിക്കുന്നത്. പക്ഷേ മന്ത്രിയാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഒരുപാട് തിരക്കുകളിലാണ്. പാർലമെൻറ്റ് നമുക്കെല്ലാം അറിയാം. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ പ്രാധാന്യം, അതിലെ നിലപാടുകൾ, സമരങ്ങൾ എല്ലാം വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ ചർച്ചകളുണ്ട്. അവർ അവരുടേതായ രൂപത്തിൽ സമയമെടുക്കും. ശരി ശരി. സോ താങ്ക് യു. ഇല്ല, അതൊക്കെ അധികം നീണ്ടിട്ടില്ല. അതൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് ഒന്നും അധികം നീളുന്നില്ല. ആവശ്യമായ സമയം. കേരളത്തിലെ കാര്യങ്ങൾ അസംബ്ലി സമ്മേളനമായിരുന്നു. ഓരോരുത്തരും അവരുടേതായ ചുമതലകൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ പഠിച്ചു വരുന്നു. അസംബ്ലി നന്നായിട്ട് വിജയകരമായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇപ്പം പ്രകൃതിക്ഷോഭത്തിൻ്റെ വിഷയം വന്നു. അങ്ങനെയുള്ള സമയത്തിൻ്റെ വിഷയമുണ്ട്. അതൊക്കെ ബിഗൺ ദ ഡിസ്കഷൻസ്. മിനിസ്റ്റർ, അതേപോലെ തന്നെ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ നമുക്കിപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനെ നെറ്റ്വർക്ക് നമ്മൾ കാര്യമായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി അതിലേക്ക് കൂടുതൽ വൈദ്യുതിക്ക് നമുക്കറിയാം. പ്രകൃതിക്ഷോഭത്തിൻ്റെ റിസൾട്ടായിട്ട് കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടായി. PWD റോഡുകൾ, പാലങ്ങൾ തകർന്നിട്ടുണ്ട്. വൈദ്യുതിയും നമ്മളൊരു ഏകദേശ കണക്കനുസരിച്ച് 25 കോടി രൂപയിലധികം നഷ്ടം വരുന്ന രൂപത്തിൽ നമ്മളെ പോസ്റ്റ്, ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 90% അതെല്ലാം റെക്ടിഫൈ ചെയ്ത് ജനങ്ങൾക്ക് സപ്ലൈ കൊടുക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് ഏറ്റവും നാശനഷ്ടങ്ങളുണ്ടായത്. പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ള PC വിഷ്ണുനാഥ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത്, വിഷ്ണുനാഥ് നേരിട്ട്, ഞാൻ ഓൺലൈനായിട്ട് 2 മീറ്റിംഗ് നടത്തി. അതുപോലെ കണ്ണൂരിൻ്റെയും ഇരിക്കൂർ MLA സാന്നിധ്യത്തിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തി. കുറേ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബോർഡ് ചെയർമാനും എല്ലാവരും കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫീൽഡിലുള്ള സ്റ്റാഫ് പോലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സങ്ങൾ വന്ന സ്ഥലങ്ങളെല്ലാം ശക്തമായിട്ട് പരിഹാര നടപടികളായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങളായിട്ട് ഉപയോഗത്തിൽ വേണ്ടി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അല്ലല്ല, അതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യത്തിലധികമല്ല. വൈദ്യുതി ഉപയോഗം കൂടുന്നതിൻ്റെ കാരണം, ഒന്ന് മഴ കുറയുമ്പോൾ ചൂട് കൂടും. മഴ കുറയുന്നതിൻ്റെ 2 ഘടകമാണ്. ഒന്ന് വൈദ്യുതി ഉൽപ്പാദനം കുറയും, വെള്ളം കുറയുമ്പോൾ ഉൽപ്പാദനം കുറയും. മഴ കുറയുമ്പോൾ തണുപ്പ് കുറയുമ്പോൾ ചൂട് കൂടും, അപ്പോൾ ഉപയോഗം കൂടും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു. ഗൾഫിലെ യുദ്ധ കാലാവസ്ഥ കൊണ്ടുവരുന്ന വിഷയം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ സപ്ലൈ കുറയുന്നതുകൊണ്ട് കുക്കിങ്ങിന് പോലും ആളുകൾ കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. കൂടുതൽ സ്ഥാപനങ്ങൾ, വീടുകൾ വരുന്നു, വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 1000 മെഗാവാട്ട് വൈദ്യുതി ഈ വർഷം ഉപയോഗത്തിൽ കൂടുതൽ വരികയാണ്. ഉൽപ്പാദനത്തിൽ വലിയ വർധനവുണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ സോളാറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോളാർ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് അതിനെ രാത്രി കാലങ്ങളിലേക്ക് പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനമില്ല. അതിനാണ് ബാറ്ററി എനർജി സ്റ്റോറേജ്. ആ സ്കീമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ട് നമ്മളെ പ്രശ്നപരിഹാരത്തിന് സഹായിക്കുന്നത്. അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ആ കാര്യത്തിലും അതുപോലെ ഫ്ലോട്ടിംഗ് സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി അഭ്യർത്ഥിക്കാനാണ് ഇന്നത്തെ സന്ദർശനം. വകുപ്പുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട്? ഇരട്ടക്കുരിശ് എന്നൊരു പ്രസ്താവന